നമസ്കാരം, ഞാൻ ഡോക്ടർ ബിലാൽ, യൂറോളജിസ്റ്റ് ആണ്. ഞാൻ ഇന്ന് ഇവിടെ പറയാൻ പോകുന്നത് കിഡ്നി സ്റ്റോൺ അഥവാ മൂത്രത്തിൽ കല്ലിനെ കുറിച്ചാണ്. നമ്മൾ പൊതുവെ കിഡ്നി സ്റ്റോൺ എന്ന് പറയുമെങ്കിലും സ്റ്റോൺ എല്ലായ്പ്പോഴും കിഡ്നിയിൽ തന്നെ ആവണമെന്നില്ല. അത് വൃക്കയിൽ വരുന്ന ട്യൂബിലോ അല്ലെങ്കിൽ മൂത്രസഞ്ചിയിലോ ആവാം. കല്ലിന്റെ ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ മിക്കവാറും അസഹ്യമായ വേദനയായിരിക്കും. അതിലൂടെ ഛർദി, പനി എന്നിവയൊക്കെ വരാം. ഇനി എപ്പോഴാണ് നമ്മൾ ട്രീറ്റ്മെന്റ് എടുക്കേണ്ടത്? എല്ലാ കല്ലിനും ഓപ്പറേഷൻ ആണോ ട്രീറ്റ്മെന്റ്? വേണ്ട. ചെറിയ ചെറിയ കല്ലുകൾ, അതായത് കിഡ്നി വൃക്കയിലുണ്ടാകുന്ന ചെറിയ കല്ലുകൾ അല്ലെങ്കിൽ ട്യൂബിലുണ്ടാകുന്ന വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കാത്ത ചെറിയ കല്ലുകളൊക്കെയുള്ള പേഷ്യൻസിനോട് നമ്മൾ പറയാറുണ്ട്, ദിവസം ഒരു നല്ല രീതിയിൽ വെള്ളം കുടിക്കുക. ഒരു മിനിമം ഒരു 3 ലിറ്റർ 3 to 4 ലിറ്റേഴ്സ് വെള്ളം കുടിക്കാൻ പറയും. പിന്നെ ഭക്ഷണത്തിലുള്ള ക്രമീകരണങ്ങളൊക്കെയാണ് നമ്മൾ അഡ്വൈസ് ചെയ്യുന്നത്. ഇനി എപ്പോഴാണ് സർജറി വേണ്ടത്? ഇപ്പോൾ വൃക്കയിലുള്ള വലിയ വലിയ കല്ലുകൾ, അത് പേഷ്യന്റിന് ബുദ്ധിമുട്ടുണ്ടാക്കുക, അല്ലെങ്കിൽ വൃക്കയുടെ പ്രവർത്തനത്തെ ബാധിക്കുക, അല്ലെങ്കിൽ ട്യൂബിൽ തടസ്സമായി നിൽക്കുന്ന കല്ലുകൾ, അത് ഇടയ്ക്കിടയ്ക്കുള്ള വേദന ഉണ്ടാക്കുക, അല്ലെങ്കിൽ കിഡ്നിയുടെ പ്രവർത്തനത്തെ ബാധിക്കുക, അല്ലെങ്കിൽ ഇൻഫെക്ഷൻ ഉണ്ടാക്കുക. എന്നീ സിറ്റുവേഷൻസിലാണ് നമ്മൾ ഓപ്പറേഷൻ പറയുക. ഇപ്പോൾ കിഡ്നി സ്റ്റോണിന്റെ ഓപ്പറേഷൻ എന്ന് പറഞ്ഞത് ഇപ്പം പണ്ട് കാലങ്ങളിൽ ചെയ്തുകൊണ്ടിരുന്നതെന്ന് വെച്ചാൽ ചെറിയ വൃക്കയിലെ കല്ലിനൊക്കെ ഷോക്ക് കൊടുത്ത് പൊട്ടിക്കലാണ്. അത് ഓപ്പറേഷൻ അല്ല, നമ്മുടെ എന്താ പറയാ, പുറത്തുനിന്ന് ഷോക്ക് കൊടുത്ത് പൊട്ടിക്കുന്നു. അത് പക്ഷെ തീരെ എഫക്റ്റീവ് അല്ലാത്ത സർജറിയാണ്. അപ്പൊ അതിനുശേഷമാണ് കീ ഹോൾ സർജറീസ് വന്നത്. അതായത് PCN എന്ന് പറയും, കിഡ്നിയിൽ മുറിവുണ്ടാക്കി ദ്വാരം ഉണ്ടാക്കിയിട്ട് കല്ല് പൊട്ടിക്കുന്നത്. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ചെയ്യുന്നത് RARS എന്നൊക്കെ പറയും. RARS എന്ന് പറഞ്ഞാൽ നമ്മള് കിഡ്നി മൂത്രനാളിയിൽ വെച്ച് മൂത്രനാളിയിലൂടെ തന്നെ ട്യൂബ് കയറ്റി ക്യാമറ കയറ്റി കിഡ്നിയിലെ ലേസർ വെച്ച് കിഡ്നിയിലെ സ്റ്റോണിനെ പൊടികളാക്കി മാറ്റുന്നത്. തികച്ചും റെസ്റ്റ് വേണ്ടാത്ത ഒരു സർജറിയാണ്. കിഡ്നിക്ക് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടും ഈ സർജറി കൊണ്ട് ഉണ്ടാവുന്നില്ല. അപ്പോൾ നിങ്ങൾ കിഡ്നി സ്റ്റോൺ കൊണ്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഉടനെ തന്നെ അടുത്തുള്ള ഒരു യൂറോളജിസ്റ്റിനെ കാണുന്നതാണ് നല്ലത്.